എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഷൂട്ട് നേരത്തെ തീർന്നപ്പോൾ പാളയംപള്ളിയിലൊന്ന് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അങ്ങനെ പാളയംപള്ളി പോയതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ രസകരമായ ഒരു കാഴ്ച കണ്ടു. കളർ ചോക്സ് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രീറ്റിൽ ഡിസൈൻ ചെയ്യുന്നൊരു ചേട്ടനെ കണ്ടുമുട്ടി. ഇദ്ദേഹത്തിൻ്റെ പേര് അനിൽകുമാർ എന്ന് പറഞ്ഞത്. ഇദ്ദേഹം അപ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ പേര് അവിടെ എഴുതി ഇങ്ങനെ ഡിസൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ഉള്ളിൽ കളർ ചോക്സൊക്കെ വെച്ചൊന്ന് അടിപൊളിയാക്കി തരാമെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പുള്ളി ഇങ്ങനെ എല്ലാ സൺഡേസും ഈവനിങ്ങിൽ വന്ന് ഇങ്ങനെ ഓരോ ഡിസൈൻസ് കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ ചെയ്തു വെക്കും. നമ്മുടെ പാളയംപള്ളിയുടെ ജസ്റ്റ് ഫ്രണ്ടിലാണ്. അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ എൻ്റെ പേരും കൂടെ എഴുതി കളറാക്കി തരാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഒരു ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഞാനതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് പുള്ളി ചെയ്യണമെന്നൊക്കെ. പിന്നെ ഈ കളർ ചോക്സ് എന്ന് പറഞ്ഞാൽ പുള്ളിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ അവർ സംഭാവന ചെയ്യുന്നതും അതുപോലെ തന്നെ ചോക്സായിട്ടും അതുപോലെ ക്യാഷായിട്ടൊക്കെ കൊടുക്കാം. പുള്ളി പറഞ്ഞിട്ടുണ്ട് 1 രൂപയാണെങ്കിൽ 1 രൂപയായാലും തന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ എന്തായാലും എനിക്കും വളരെയധികം കൗതുകം തോന്നി. രസമല്ലേ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ കളർഫുള്ളായിട്ട് ഈ പ്രത്യേകിച്ച് പുള്ളി ചെയ്തിരിക്കുന്ന കലാപരമായിട്ടുള്ള ആ ഒരു ഡിസൈൻസിൻ്റെ ഒപ്പം തന്നെ പേരും കൂടി കണ്ടപ്പോൾ പുള്ളി അത് ചെയ്തു തരാമെന്നും കൂടി പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. എന്തായാലും അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ഈ ചെയ്തിരിക്കുന്ന പൂർത്തിയായിട്ടില്ല, കുറച്ചുകൂടി ഉണ്ട് പുള്ളിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ വന്ന് എൻ്റെ പേര് ഇദ്ദേഹമാണ് അനിൽകുമാർ. അതിനുശേഷം പാളയംപള്ളിയിൽ രാത്രി ഭയങ്കര വൈബാണ്. അതുപോലെ ഭയങ്കര ലൈറ്റ് സെറ്റിങ്സ് അടിപൊളി. തൊട്ടപ്പുറത്ത് തന്നെ ഗണപതി അമ്പലമുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുണ്ട്. ഇതെല്ലാം ഈവനിങ്ങിൽ ട്രിവാൻഡ്രത്തെ വൈബാണ്. ഭയങ്കര കളർഫുള്ളാണ്, ലൈറ്റ്സൊക്കെ ഇട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ അങ്ങനെ ഈവനിങ്ങിൽ അങ്ങോട്ട് അടിച്ച് പൊളിച്ച്